ദിവസം നമ്മൾ കണ്ടതാണ്, ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒരു അപകടം ഉണ്ടായി നമ്മൾ വായിച്ചതാണ്, ന്യൂസിലൊക്കെ കേട്ടതാണ്, പേപ്പറിലൊക്കെ വന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അത് തന്നെ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഏവർക്കും സ്വാഗതം. കേരളത്തിലെ അടിപൊളി മഴയാണ്. ഈ മഴയത്ത് ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഹൈവേ കൂടെ NH കൂടെയുള്ളൊരു യാത്ര എത്രത്തോളം ദുഷ്കരമാണ് എന്നുകൂടി നമുക്കൊന്നും ആ യാത്രയിൽ കൂടെ ഒന്ന് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ഒരു യാത്ര. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. അതിഭയങ്കരമായ മഴയാണ്. വീണ്ടും കേരളത്തെ നടുക്കുന്ന മഴ. ആഴ്ചയാണ്. ഇവിടെ നേരത്തെ നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ പിന്നെ ഉയരപാതയുടെ നിർമ്മാണമൊക്കെ വേണ്ട തൂണുകളൊക്കെ ഏകദേശമൊക്കെ തീർന്നു. പക്ഷേ ഈ മഴ വരുന്നു കഴിയുമ്പം അവരെയും ബുദ്ധിമുട്ടാക്കിയേക്കുകയാണ്. കമ്പനിക്ക് എങ്ങനെ ഈ ലേബേഴ്സിനെ നിർത്തി ഈ മഴയ്ക്ക് പണി ചെയ്യാൻ പറ്റും? നേരത്തെ വന്ന മഴയാണ് ഇതിന് പ്രശ്നം. ഹൈവേയിലോട്ടൊക്കെ നമ്മൾ ഈ കട്ട് റോഡിൽ നിന്ന് കയറണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ മഴയും കൂടെ ആകുമ്പോൾ. അല്ലെങ്കിൽ തന്നെ ഇവിടെ റോഡിപ്പം നമ്മുടെ അറിയാമല്ലോ, പണി നടക്കുന്നതുകൊണ്ട് ഒറ്റ വൺ വേ ആണ്. വൺ വേ കൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡും ബോത്ത് സൈഡ് പോകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചെറിയ റോഡിൽ നിന്നൊക്കെ കാറുകാർക്കായാലും ടൂ വീലറുകാർക്കായാലും എന്തിന് യാത്രക്കാർക്ക് പോലും കയറുവാൻ അത്ര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ മഴയും കൂടെ ആകുമ്പോൾ. നമ്മളിപ്പം ചേപ്പാട് ദേശീയപാതയിൽ കൂടെയാണ്, ചേപ്പാട് വഴിയുള്ള യാത്രയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. റോഡ് ഈ മെറ്റലിട്ടതെല്ലാം ഈ മഴയോടുകൂടി അതെല്ലാം ഇളകി. അതിപ്പോൾ കമ്പനിയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രതീക്ഷിക്കാതെ ഉള്ള കാലമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ മാസം ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ച ഒരു വർഷമാണ് ഈ വർഷം. നമ്മളിവിടെ ഒരു 28 മുതൽ 33 വരെയൊക്കെ ചൂട് അനുഭവിച്ചപ്പം 38, 39, 40, പാലക്കാടൊക്കെ 40 വരെ ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ഡൽഹിയിലെയും നോർത്ത് ഇന്ത്യയിലെയൊക്കെ ചൂട് ഇവിടെ അനുഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കേരളം. അതിന് ഓപ്പോസിറ്റായിട്ട് മഴ, അപ്രതീക്ഷിതമായി വന്ന വേനൽ മഴയിൽ നിന്ന് തുടങ്ങിയ മഴ ഇപ്പം ബംഗാൾ ഉൾക്കടലിലെ ചുഴി, ചക്രവാക ചുഴി എന്നൊക്കെ പറയുന്നു. എന്തായാലും ശരി, അടിപൊളി മഴയാണ് ഈ വർഷം. കാലവർഷം തുടങ്ങുന്നത് ജൂൺ മാസമൊക്കെ വന്നോ. സ്കൂളിൽ പോകുന്ന പിള്ളേരെ മഴ നനച്ചാണ് വിടുന്നത്. നമ്മുടെ ഒരു ഉത്തനൊഴുപ്പൊക്കെ ഇട്ട് സ്കൂളിൽ വരുന്നവരെ കുട്ടികളൊക്കെ നനഞ്ഞു പോകുന്ന കാഴ്ച കാണുന്നു. പക്ഷെ ഈ പ്രാവശ്യം എന്തിന് സ്കൂൾ ബാഗൊക്കെ വാങ്ങിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിൽ, കടയിലേക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കാലവർഷം ഈ വർഷം 50% കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ചൂടിന്റെ ഓപ്പോസിറ്റ് മഴ, പ്രകൃതിയുടെ നിയമങ്ങൾ മാറിയെന്ന് വേണം പറയാൻ. ഇവിടുത്തെ സന്തുലിതാവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട് കാലാവസ്ഥയുടെ പ്രവചനം പോലും എന്താ പറയുന്നത്, ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ നാളെ ആയിരിക്കും ഇപ്പൊ ആ ഒരു അവസ്ഥയാണിപ്പോ. ഈ മഴയത്ത് ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാവോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മൾ മഴയത്ത് കഴിഞ്ഞ ദിവസം ഒരു MVD പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ട്, മഴയത്ത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഹസാർഡ് ലൈറ്റ് കണ്ടിന്യൂ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു MVDയുടെ സ്പീച്ച് ഞാൻ കേട്ട്, മഴയത്ത് നമ്മുടെ എന്തെങ്കിലും കാരണവശാൽ വാഹനം ഓഫായി പോവുകയാണെങ്കിൽ ഹൈവേയിൽ നമുക്ക് ആ ഹസാർഡ് ലൈറ്റ് ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ് പറയുന്നുണ്ട്, MVD പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിവാദങ്ങളൊക്കെ ഉണ്ട്. ഹസാർഡ് ലൈറ്റ് ഒരു MVD പറഞ്ഞത് കേട്ട് ഹസാർഡ് ലൈറ്റ് അങ്ങനെ ഉപയോഗിക്കരുത്,
അതായത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി അപകടം വരുമ്പോൾ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടി മറ്റൊരു വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മഴയത്ത് പോകുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ പെട്ടെന്ന് അത്ര ഗംഭീരമായ മഴ പെയ്യുമ്പം അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്കൊരു മനസ്സിൽ തോന്നുന്ന കാര്യം. പക്ഷെ അതിന് നിയമം അനുവദിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അടിപൊളി മഴയാണ്. ഇന്നലെ ശരിക്കും ഉച്ച കഴിഞ്ഞൊന്നും ശമിച്ചതാണ് ഈ മഴ. പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും രാത്രി കൊണ്ട് വീണ്ടും കൂടി. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അന്നേരം കരച്ചിൽ വിളഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇട്ടു. നല്ലതാണ് എപ്പോഴും സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ മഴ സമയങ്ങളിലൊക്കെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. എന്ത് ചെയ്യാം, ഈ വർഷം മഴ ഇച്ചിരി കുറഞ്ഞൊക്കെ നിൽക്കുക. ഇനിയിപ്പം ഈ ഹൈവേയുടെ സൈഡൊക്കെ ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ ഈ മഴ കഴിഞ്ഞല്ലേ മണ്ണെടുപ്പൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്പീഡ് ഈ ഹൈവേയുടെ ഇപ്പോൾ ഉണ്ടായത് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അവരെവിടെ നിന്ന് മണ്ണ് കൊണ്ടുവരും? മണ്ണില്ലാതെ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കിഴക്കോട്ട് ഭാഗങ്ങളൊക്കെ ഒരു 3 അടിക്ക് മേളിൽ ചില സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ കിടക്കുക മഴയത്ത്. അതുകൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിച്ച ടൈമിലൊന്നും ഈ ഹൈവേയുടെ പണി തീരില്ല. ഏതായാലും ചെയ്യുന്നതെല്ലാം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം. കേരളത്തിലെ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഈ ഹൈവേ എന്ന് പറയുന്നത്. അങ്ങോളം ഇങ്ങോളം നമുക്ക് ഒരു മറ്റു സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ഉള്ള ഹൈവേ കാണുമ്പോൾ നമുക്ക് കൊതി വരികയാണ്. ബാംഗ്ലൂരൊക്കെ 5-6 അടുത്തേക്കൊക്കെയാണ് ഒരു റൗണ്ട് ടേണൊക്കെ ഹൈദരാബാദിലേക്കൊക്കെ തിരിയുന്ന കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് രസമായിരിക്കും അവിടെയൊക്കെ. അതുപോലെയുള്ള ഒരു ഹൈവേ ആണ് നമ്മുടെ മലയാളികളുടെ സ്വപ്നം. അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ ഇത്ര ദുഷ്കരമായ യാത്രയാണ് ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡിലൂടെ എന്നുള്ളൊരു യാത്രയാണ്. കണ്ടോ, ഇതെല്ലാം കുഴിയാണ്. എപ്പോഴും 2 വീലറുകാർ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. 2 വീലറില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒരു അപകടം ഉണ്ടായി നമ്മൾ വായിച്ചതാണ്, ന്യൂസിലൊക്കെ കേട്ടതാണ്, പേപ്പറിലൊക്കെ വന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അത് തന്നെ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഗൂഗിളിന് നമ്മൾ പോകുന്ന വഴി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളിടത്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുന്ന ഡീവിയേഷൻസ് അതിനകത്ത് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ കുഴിയിലൊക്കെ പോയി വെള്ളക്കുഴിയിലൊക്കെ പോയി ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളങ്ങനെ ഈ യാത്ര ഇങ്ങനെ, എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മഴയത്ത് പ്രത്യേകിച്ചുള്ള യാത്ര. എന്നാലും ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ ആകുമ്പോൾ 2 കാര്യങ്ങളും നമുക്ക് നടക്കുമല്ലോ. ഇതൊരു കുറച്ച് എൻജോയ്മെൻറ്റും ഉണ്ട്, എന്നൊരു അവയർനെസ് നമുക്ക് ഇതിൽ കൂടെ കൊടുക്കുകയും ചെയ്യാം. ഇവിടെ കൂടെയൊക്കെ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ, അത്രയും കുഴിയുണ്ട്. ഇനി ഈ ജൂൺ മാസം വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കൂടുതലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പോലും അവർക്ക് ഓഫീസുകളിൽ എത്താൻ എന്ത് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളൊക്കെ കടൽക്ഷോഭം ശക്തമായ രീതിയിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങളൊക്കെ ഒരു വഴിമുട്ടിയ അവസ്ഥയാണ്. വലിയഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വള്ളങ്ങളൊക്കെ നഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവിധ പ്രശ്നങ്ങളാണ്. മഴയുടെ ഗുണങ്ങളും ദോഷങ്ങളും നല്ല എല്ലാം ഉണ്ട്. 2 വശങ്ങളും നിറഞ്ഞ ഒരു സംഭവമാണ് ഈ മഴയെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിലാണ്. ഇവിടുത്തെ ഓവർബ്രിഡ്ജിൻ്റെ പണികളൊക്കെ കുറേ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയം, നമുക്ക് മുന്നിൽ കാണുന്ന ആ കെട്ടിടം അതിൻ്റെ ഇവരുടെ പൈസ അവരുടെ കിട്ടിയിട്ടില്ല.
ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിന്റെ കേസുകളൊക്കെ ഉണ്ട്. ഏകദേശമൊക്കെ വിധിയായെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറച്ച് ആ ബിൽഡിങ് കട്ട് ചെയ്യുന്ന പരിപാടി ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. നങ്ങിയാർകുളങ്ങര, അതായത് ഇവിടെ കവലയിൽ എന്ന് പറയും. ഈ കവലയിൽ നിന്ന് ഹരിപ്പാടിന് പോകുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പഴയ ഹൈവേയിൽ അവർ പൊളിച്ചിട്ടില്ല. ഏകദേശം കുറേ ഹരിപ്പാട് വരെ ഒരു സൈഡ് അവർ ഇങ്ങനെ ഫില്ലിങ് കുറച്ച് ഭാഗത്ത് ടാറിങ്ങൊക്കെ ഫസ്റ്റ് ലെയറൊക്കെയിട്ട് ഇങ്ങനെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമില്ലാതെ പോകുന്ന ഒരു ഏരിയയാണ് ഇവിടെ. പക്ഷെ എന്നാലും കുഴികൾ രൂപപ്പെട്ടത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ദാഹഭക്തി മഴയത്ത് വെള്ളം ഇനി ഇത് ചൂടിന് നല്ല വെള്ളക്കച്ചവടം ചെയ്ത് ജീവിച്ച കുറേ നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട് ഹൈവേ സൈഡിലൊക്കെ. ചേട്ടാ JCB ഒക്കെ കൊണ്ട് ഇട്ടേക്കുന്നു. എന്തെടുക്കാനാ? അതുപോലെ മഴ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ തലത്തിലുണ്ട്. പക്ഷെ നമ്മൾ വീട് തലത്തിൽ നമ്മൾ സ്വയം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വീട് ശുചിയായി കൊണ്ടുപോവുക. അതുപോലെ പരിസരത്ത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇട്ടിട്ട് അതിൽ നിന്ന് ഈ കൊതുകും കൂത്താടിയൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം കുടിക്കുന്നത് ശുചിയായ വെള്ളം, മിനറൽ വാട്ടർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. നമ്മൾ ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ഇനിയുള്ള റോഡ് സൈഡിലൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ ശ്രദ്ധിക്കണം. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ സംഭവം പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് രാവിലെ ന്യൂസ് കാണുന്ന ഫുഡ് പോയ്സൺ ആണ്. എവിടെയോ ഷവർമയോ ഈ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് അതുപോലെ ഈ ഒരു സ്ത്രീ മരിച്ചതായിട്ടാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ ചാനലിൽ കണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട സമയങ്ങളാണ് മഴ സമയം. പ്രത്യേകിച്ച് ഫുഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണിത്. ലോറിയൊക്കെ കയറി വരിക. നമ്മുടെ സ്വന്തം ഹരിപ്പാട്, ഹരികീര പരേശന്റെ നാടെന്ന് പറയും. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു നാടാണ് എൻ്റെ ഹരിപ്പാട്. ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ലോകപ്രശസ്തമാണ്. അതുപോലെ കേരളത്തിലെ പ്രശസ്തമായ മുരുകക്ഷേത്രം, അതുപോലെ ചേപ്പാട് ആരാധനാലയം, ചർച്ച്, പിന്നെ പാനൂർ പള്ളി, മസ്ജിദ്, അങ്ങനെ എല്ലാ മതക്കാരും സൗഹാർദ്ദപരമായി പോകുന്ന മറ്റ് സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ വഴക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ സൗഹാർദ്ദപരമായ ഒരു നാടാണ് ഹരിപ്പാട്. നമ്മളിപ്പോൾ ഹരിപ്പാട് കൂടി കയറി പോവുകയാണ്. KSRTC ഒക്കെ ഇതുവരെ അകത്തോട്ട് പോകണം. ഈ മഴയത്തൊക്കെ പ്രായം ചെന്നവർക്കൊക്കെ ഉള്ളിലോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ KSRTC എല്ലാം കേരളത്തിൽ പണിയുന്നത് ബിസിനസ് ലെവലിലാണ്. കണ്ടില്ലേ ഇവിടുത്തെ KSRTC കണ്ടോ? ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇതിൽ ജനത്തിന് ബസ്സിൽ കയറണമെങ്കിൽ വേറെ പ്ലേസൊക്കെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് പ്രായമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് നടന്ന് ഉള്ളിലേക്ക് പോകുന്നതും ഒക്കെ. ഇവിടുത്തെ ട്രാഫിക് കണ്ടോ? വലിയൊരു ക്രെയിൻ കൊണ്ടിട്ടിട്ടുണ്ട്. KSRTCന്ന് ബസ് ഇറങ്ങി വരുന്നു. അതുപോലെ ഇപ്പോഴത്തെ ഇവിടെ സംവിധാനം, ഇങ്ങനെ കായംകുളത്തിന് പോകേണ്ട ബസ്, ഞാൻ നേരത്തെ ഒരു ബ്ലോഗ് ചെയ്തതാണ് ഹരിപ്പാടൻസിൽ തന്നെ, ഇങ്ങനെ കറങ്ങി പോകുന്നത് എത്രത്തോളം ഇവിടെ ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ മഴ സമയത്തെങ്കിലും ഈ റോഡ് പണി കഴിയുന്നിടം വരെയെങ്കിലും ഈ സിസ്റ്റം ഒന്ന് മാറ്റി പോകുന്നത് നല്ലതാണ്. അതുപോലെ ഇവിടെ നിന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഹരിപ്പാടിലെ ടൗണിലെ ട്രാഫിക് പരിഷ്കാരം
പണ്ടിവിടെ ടൗൺ ഹാൾ ജംഗ്ഷനിലൊക്കെ ഒരു വൺ വേ സിസ്റ്റം ആയിരുന്നു. ഇന്ന് മഴയാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഇവിടുന്ന് 1-2 പേര് വിളിച്ച് പറഞ്ഞായിരുന്നു, അപ്പോൾ ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം, അവർ ക്ഷമിക്കുക. ഇവിടുത്തെ വൺ വേ സിസ്റ്റം മാറ്റിയപ്പോൾ അതിൻ്റെ ഉള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ വൺ വേ സിസ്റ്റം എല്ലാവരും ഉൾക്കൊണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അന്നേരം അത് നിർത്തി പഴയ രീതിയിലേക്ക് ഈ ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ചേഞ്ചസ് വരുമ്പോൾ അതിനകത്തുണ്ട ബുദ്ധിമുട്ട്. ഇപ്പോൾ കച്ചേരി ജംഗ്ഷനിൽ കൂടെ ഒന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക വ്ളോഗ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയുന്ന രീതിയിലുള്ളൊരു വ്ളോഗ് ചെയ്യണം. ഇന്ന് മഴയായതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഹരിപ്പാട് നഗരകേന്ദ്രം എന്നൊക്കെ ബോർഡ് കണ്ടു. അങ്ങനെ ഹരിപ്പാട് വരെയുള്ള ഈ കാഴ്ചകളൊക്കെ ഹൈവേയിലെ കണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വ്ളോഗുകൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്ത ഒരു വ്ളോഗിൽ കാണും വരെ ബൈ ബൈ.